ഞാൻ ജസ്ന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യഥാർത്ഥ സ്നേഹം അളക്കാനുള്ള 5 രീതികളാണ്, അല്ലെങ്കിൽ 5 മെത്തേഡ്സ്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ അങ്ങനെ സ്നേഹം അളക്കാൻ പ്രത്യേകിച്ച് മെഷർമെന്റ് കപ്പൊന്നും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ നമുക്ക് അളക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളെ ഭയങ്കര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്നും യഥാർത്ഥ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊരു വ്യഗ്രത നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നല്ല പോസിറ്റീവ് മൈൻഡോട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അപ്പോ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും കുറച്ച് വാക്കുകൾ അടുക്കി പറക്കി വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അതെന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമുക്ക് വില കൂടിയ ഗിഫ്റ്റ് ഒക്കെ തരുന്നതാണ് ഏറ്റവും സ്നേഹത്തിന്റെ അടയാളം എന്ന്. പക്ഷെ അത് വെറുതെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അത് നമുക്ക് ചെയ്തു തരുന്ന കുറെ ആൾക്കാരുണ്ട്. അതിലാണ് സത്യം പറഞ്ഞാല് അങ്ങനെയുള്ളവരാണ് നമുക്ക് യഥാർത്ഥ സ്നേഹം തരുന്നത്. അപ്പൊ ഇനി എനിക്ക് ആരും ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതാരും എനിക്ക് സാധിച്ചു തരാനില്ല എന്ന് വിഷമിച്ചാലും നിങ്ങള് സ്വയം ഓർക്കുക, നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെപ്പോലെ വേറെ ആർക്കും പറ്റത്തില്ല എന്ന്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോയില് പറയാൻ പോകുന്നത് യഥാർത്ഥ സ്നേഹം മെഷർ ചെയ്യാനുള്ള വഴികളാണ്. അപ്പോ ഈ വീഡിയോ കാണുമ്പോൾ എന്റെ പാർട്ട്ണർ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നതിനൊപ്പം ഞാൻ എന്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയാണോ എന്ന് കൂടി സ്വയം ചോദിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ഈ 5 മെത്തേഡുകൾ നോക്കാം. ഒന്നാമത്തേത് വാക്കുകളെക്കാൾ വലിയ പ്രവൃത്തികൾ, ആക്ഷൻസ് ഓവർ വേർഡ്സ്. ഒരാള് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഐ ലവ് യു ഡിയർ, ഐ ലവ് യു സോ മച്ച് ഡിയർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു പനിയോ അല്ലെങ്കിൽ തലവേദനയോ വന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കുക. വേഗം സുഖമകട്ടെ, ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തട്ടി പറയോ, അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന ആൾ നമുക്കൊരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ എന്ത് കാര്യം? അതിന് പകരം നമുക്ക് ഇന്ന് നീ കിച്ചണിൽ കയറണ്ട, പകരം ഞാൻ ഇപ്പൊ ലേഡി ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പൊ കിച്ചണിൽ കയറണ്ട, നീ പുറത്തൊന്ന് എന്തെങ്കിലും വാങ്ങിക്ക്, ഇന്നൊരു ദിവസം കയറണ്ട. അല്ലെങ്കിൽ പറയുവാണ് ഞാൻ ഇന്ന് കിച്ചണിൽ കയറാം, നീ കിടന്നോ, അല്ലെങ്കിൽ ഈ മക്കളെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ ഇട്ടുകൊണ്ട് തരികയാണ്. പോട്ടെ, നിങ്ങൾക്ക് ഒരു ഗുളിക എടുത്തിട്ട് ഇതൊന്ന് കഴിച്ചു നോക്ക്, പിന്നെ അത് ഓക്കെ ആവും എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കരുതലുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സ്നേഹം. വലിയ വാക്കുകളൊന്നുമല്ല, നിങ്ങളുടെ വിഷമത്തില് നിങ്ങളുടെ പ്രയാസത്തില് അവർ നൽകുന്ന ആ ഒരു ചെറിയ സപ്പോർട്ട്, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ ബഹുമാനിക്കുന്നു. റെസ്പെക്ടിങ് യുവർ ചോയ്സസ്. നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ നിങ്ങളുടെ വ്യക്തിത്വത്തെ അവർ എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. അതൊക്കെ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ച് തളർത്തുന്നതിന് പകരം നന്നായിട്ടുണ്ട്, നിന്റെ തീരുമാനം വളരെ നല്ലതാണ്, നീ അത് ചെയ്, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ വിജയങ്ങളിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അത്രമേൽ ബഹുമാനിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് ലിസണിങ്. നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാണോ? എല്ലാവർക്കും സംസാരിക്കാനാണ് ഇഷ്ടം, എന്നാൽ കേൾക്കാൻ മടിയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓഫീസിൽ നിന്നോ പുറത്തു നിന്നോ വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഓഫീസിൽ ടെൻഷനായിട്ടൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് അവർ അവരുടെ ഫോണൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ സങ്കടങ്ങൾ കേട്ടിരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? വലിയ പരിഹാരങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും സാരമില്ല, പോട്ടെ, നമുക്കത് റെഡിയാക്കാം എന്നൊരു വാക്ക് അവർ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്കി പേഴ്സൺ ആണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, സ്ഥിര സങ്കടമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും ആ സങ്കടം എപ്പോഴും പരിഹരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഉദ്ദേശിച്ചിട്ടുമില്ല. ഓക്കെ, നാലാമത്തത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് അക്സെപ്റ്റൻസ്. സ്നേഹം എന്നാല് ഒരാളെ മറ്റൊരാളാക്കി മാറ്റുക എന്നതല്ല, പകരം ആ ഒരാളെ ആ ഒരാളായിട്ട് തന്നെ സ്നേഹിക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ അത് നമുക്ക് നികത്തേണ്ടതാണെങ്കിൽ അവരെ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി നികത്താനായിട്ട് പറ്റുക.
അതായത് മനുഷ്യന്മാരാണ്. എനിക്കായാലും എന്റെ പാർട്ട്ണറിനായാലും കുറവുകൾ ഉണ്ടാവാം. അപ്പൊ പരസ്പരം അത് മനസ്സിലാക്കുക, എന്നിട്ട് പരസ്പരം അത് പറഞ്ഞു കൊടുക്കുക. ചില കാര്യങ്ങളിൽ നമ്മൾ മോശമായിക്കോട്ടെ, മോശമായാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആ കുറവുകൾ പറഞ്ഞ് കളിയാക്കാതെ പേഴ്സണലി അത് പറഞ്ഞു തിരുത്താനും, നമ്മുടെ പോരായ്മകളെ തന്നെ നമ്മൾക്കുണ്ടാണോ പോരായ്മ, ആ പോരായ്മയോട് കൂടി തന്നെ നമ്മളെ സ്നേഹിക്കാനും അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം ആത്മാർത്ഥമാണ്. നിങ്ങളെ ഒരു കളിമണ്ണ് പോലെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റാനല്ല ശ്രമിക്കേണ്ടത്. പിന്നെയോ നമ്മൾ എങ്ങനെയാണോ അതുപോലെ അവർ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് വിട്ടുവീഴ്ചകൾ, ഹെൽത്തി കോംപ്രമൈസസ്, സന്തോഷത്തിന് വേണ്ടിയുള്ള തോറ്റുകൊടുക്കല്. രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, അതുകൊണ്ട് തന്നെ രണ്ട് ക്യാരക്ടറുള്ളവരായിരിക്കും. അവിടെ വിട്ടുവീഴ്ചകളാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഒരു അവധി ദിവസം വരികയാണെന്ന് വിചാരിക്കാം. ഒരാൾ പറയാണ് എനിക്ക് ഇന്ന് സിനിമയ്ക്ക് പോകണം, പക്ഷെ മറ്റേയാൾക്ക് വീട്ടിലിരുന്ന് വിശ്രമിക്കാനാണ് ആഗ്രഹം. ആ സമയത്ത് രണ്ടുപേരും കൂടെ ഉറക്കാൻ എന്ത് സംഭവിക്കും? അപ്പൊ അങ്ങനെ പിണങ്ങിയിരിക്കാതെ ഒരാൾ പറയണം, ശരി ഇന്ന് നമുക്ക് വീട്ടിലിരിക്കാം, അടുത്ത ആഴ്ച സിനിമയ്ക്ക് പോകാം. ഇങ്ങനെ ആരാണോ ആദ്യമായിട്ട് പരസ്പര ധാരണയിൽ എത്തുന്നത് അവർ യഥാർത്ഥ സ്നേഹത്തിനുടമയാണ്. സ്വന്തം വാശി ജയിക്കുന്നതിനേക്കാൾ പാർട്ട്ണറുടെ മുഖത്ത് ചിരിക്ക് പ്രാധാന്യം നൽകുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇനി ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്റെ പാർട്ട്ണർ ഇതിൽ ഒന്നുപോലും ഇല്ലല്ലോ എന്ന് കരുതി വിഷമിക്കരുത്. ഓരോരുത്തർക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ രീതിയാണ്. ചിലർക്ക് അടുക്കളയിൽ സഹായിക്കുന്നത് സ്നേഹമായിരിക്കും, ചിലർക്ക് നിങ്ങളെ യാത്രകൾക്ക് കൊണ്ടുപോകുന്നത് സ്നേഹമായിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോയിലെ പോയിന്റുകൾ വെച്ച് അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇന്നു മുതൽ എനിക്കിതിലേതൊക്കെ കാര്യങ്ങൾ എന്റെ പാർട്ട്ണറിന് വേണ്ടി ചെയ്യാമെന്ന് ചിന്തിക്കണം. നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബന്ധങ്ങളും പതുക്കെ മാറത്തുടങ്ങും. അസൂയയും പരാതികളും മാറ്റിവെച്ച് നമുക്ക് സ്നേഹിക്കാൻ തുടങ്ങാം. സ്നേഹം എന്നത് വെറും ഒരു യുദ്ധമല്ല, അതൊരു യാത്രയാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനോ ഫ്രണ്ടിനോ ഒരു ചെറിയ താങ്ക്സ് പറഞ്ഞേക്കെന്ന്. അവൻ നിങ്ങൾക്ക് ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുമായി വായിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജിയും കിട്ടണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും സമാധാനത്തോടെ സ്നേഹത്തോടു കൂടി ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി.